മാതൃഭൂമി ന്യൂസിന് വേണ്ടി കോർ നടത്തിയ പോൾ ട്രെൻഡ് സർവേയിൽ ആദ്യ 2 ദിവസങ്ങളിലെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ LDFന് നേരിയ മുൻതൂക്കം. 70 സീറ്റുകൾ പരിഗണിച്ചപ്പോൾ ഇടതുമുന്നണി 34 മുതൽ 37 സീറ്റുകൾ വരെ നേടുമെന്നും UDFന് 33 മുതൽ 35 വരെ സീറ്റുകൾ ലഭിച്ചേക്കുമെന്നുമാണ് വിലയിരുത്തൽ. ബലാബലം നടക്കുന്ന കഴക്കൂട്ടം കിട്ടാനുള്ള നേരിയ സാധ്യതയ്ക്കപ്പുറത്തേക്ക് NDAക്ക് ഇന്ന് ആശ്വസിക്കാൻ ഒന്നുമില്ല. പൂഞ്ഞാറിലും വടകരയിലും ടൈറ്റ് ഫൈറ്റ് ആണ് സർവേ പ്രവചിക്കുന്നത്. ടോട്ടൽ 70 മണ്ഡലങ്ങൾ. അതിൽ LDFന് എത്ര, UDFന് എത്ര? LDFന് 34, UDFന് 33. ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ LDF മുന്നിലാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള സൂചനകളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. 35 സീറ്റുകൾ പരിഗണിച്ചപ്പോൾ 18 സീറ്റുകളിൽ UDFും 16 സീറ്റുകളിൽ LDFും മുന്നിട്ട് നിൽക്കുന്ന നിലയിൽ നിന്നാണ് ഇന്ന് അടുത്ത 35 മണ്ഡലങ്ങൾ കൂടി പരിഗണിച്ചത്. UDFന് ഇന്നലെ ഉണ്ടായ മുൻതൂക്കം ഇന്നില്ല. 70 സീറ്റുകളുടെ ആകെ കണക്കിൽ LDFന് 34 സീറ്റുകളിലും UDFന് 33 സീറ്റുകളിലും മുൻതൂക്കം. ഇന്നലത്തെ ഒരു സീറ്റടക്കം ആകെ 3 സീറ്റുകളിൽ കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്നു. LDF 34 മുതൽ 37 വരെ, UDF 33 മുതൽ 35 വരെ. ഒരു സീറ്റിൽ വിജയിക്കാം വേണമെങ്കിൽ. ഹെവി ഫൈറ്റ് നടക്കുന്നു. നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. ഈ ഫൈറ്റ് ആണ് അങ്ങോട്ട് പോകുന്നത് എങ്കിൽ എന്താകുമെന്ന ഒരു സ്വാഭാവിക ചോദ്യം വരുന്നുണ്ട്. വടകരയിൽ KK രമയ്ക്ക് എളുപ്പമല്ല കാര്യങ്ങൾ. പൂഞ്ഞാറിൽ PC ജോർജ് പിടിക്കുന്ന വോട്ട് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനും അഴിയാക്കുടുക്കാണ്. രണ്ടിടത്തും ടൈറ്റ് ഫൈറ്റ്. TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷി ദിനമാണ് മെയ് 4. റിസൾട്ട് വരുമ്പോൾ എന്താകും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. ഇപ്പോ ഈ നിമിഷം മണ്ഡലത്തിലെ ട്രെൻഡാണ് നമ്മൾ പരിശോധിക്കുന്നത്. അത് എന്താണ് എന്ന് സ്ക്രീനിൽ വരും. ടൈറ്റ് ഫൈറ്റ്, ബലാബലം. LDF UDF ബലാബലമാണ് വടകരയിൽ. ബലാബലം ടൈറ്റ് ഫൈറ്റ് ആണ്. ബലാബലം ആരൊക്കെ തമ്മിൽ? LDFും UDFും തമ്മിലാണ്. PC ജോർജ് ചിത്രത്തിലില്ല. മന്ത്രി V അബ്ദുറഹ്മാന്റെ സിറ്റിംഗ് മണ്ഡലമായ താനൂർ PK നവാസ് പിടിച്ചെടുക്കും. അപ്പൊ താനൂരിൽ എന്താണ് സംഭവിക്കുക? താനൂർ എന്ത് പറയും? PK നവാസ് 50.12. മുൻ മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലിനും മാത്യു T തോമസിനും മണ്ഡലം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണെന്ന് കണക്കുകൾ. കോഴിക്കോട് സൗത്ത് അഹമ്മദ് ദേവർകോവിൽ നിലനിർത്തുകയാണോ? വരട്ടെ സ്കോർ. നോ, അല്ല, ലീഗ് തിരിച്ചു പിടിക്കുന്നു. 41.65 ഫൈസൽ ബാബു. ആ മണ്ഡലത്തിലെ ട്രെൻഡ് എന്താണ് എന്ന് നമുക്കറിയാം. മാത്യു T വീഴും. 40.64 UDFന്റെ സ്കോർ കാണിക്കുന്നത്. 5.73 എന്ന ഒരു മേൽക്കൈ അവിടെ UDF നേടുകയാണ്. ഇത് അവിശ്വസനീയമാണോ? മണലൂരിൽ TN പ്രതാപനെ എത്തിച്ചുള്ള കോൺഗ്രസിന്റെ തന്ത്രം മുൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് തിരിച്ചടിയാകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ട്രെൻഡ് ആർക്കാണ്? TN പ്രതാപൻ മുമ്പിൽ 43.22, 4.10 വ്യത്യാസം. 39.12 C രവീന്ദ്രനാഥിന്, 17.66 KK അനീഷ് കുമാറിനും. കോതമംഗലവും ഇടതിൽ നിന്ന് UDF പിടിച്ചെടുക്കും. ചിറയിൻ കീഴിൽ രമ്യ ഹരിദാസ് എത്തിയതും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വവും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയെ ഇടതുപാളയത്തിൽ നിന്ന് എത്തിച്ചതും UDFന് ഗുണകരമായില്ല. ചിറയിൻ കീഴിൽ ഇത്തവണ ഒരു വലിയ അട്ടിമറി നടക്കുകയാണോ? രമ്യ ഹരിദാസ് ചിറയിൻ കീഴിൽ പിടിക്കുകയാണോ? വരട്ടെ സ്ക്രീനിൽ. സൂചന അങ്ങനെയല്ല. 42.61 മനോജ് ഇടമന ജയിച്ചേക്കാമെന്ന സൂചനയാണ്. പോൾ ട്രെൻഡ് എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇല്ല, VPP തന്നെ. VPP മുസ്തഫയ്ക്ക് കൃത്യമായ മേൽക്കൈ ഉണ്ട് എന്ന് ഈ സർവേ പറയും. KN ബാലഗോപാൽ തന്നെ 48.56, 42 മാത്രമേ ഉള്ളൂ. ആയിഷ പോറ്റിയെ സംബന്ധിച്ച് സമാഹരിക്കാൻ സാധ്യതയുള്ള വോട്ട് വീതം. മട്ടന്നൂരിൽ KK ശൈലജ മാറിയിട്ടും ഇടതു മേൽക്കൈക്ക് കുറവുണ്ടാകില്ല. അരൂരിൽ ഒരിക്കൽ കൂടി ഷാനിമോൾ ഉസ്മാൻ തോൽക്കുമെന്ന് സർവേ കണക്കുകൂട്ടുന്നു. മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ളത് അറിയാം. മട്ടന്നൂരിൽ VK സനോജ് 58.89. ഉദുമ, നെന്മാറ, കൊച്ചി, ചേർത്തല, ചേലക്കര, കായംകുളം, ചാത്തന്നൂർ, മാനന്തവാടി, വർക്കല, കൂത്തുപറമ്പ്, കോങ്ങാട്, ഗുരുവായൂർ, ബാലുശ്ശേരി എന്നീ മണ്ഡലങ്ങൾ LDF നിലനിർത്തും. മൂവാറ്റുപുഴ, കരുനാഗപ്പള്ളി, കോവളം, ഇരിക്കൂർ, വള്ളിക്കുന്ന്, അങ്കമാലി, ഏറനാട്, കൊടുവള്ളി, കൊണ്ടോട്ടി, കോട്ടയം എന്നീ മണ്ഡലങ്ങൾ UDFനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും പോൾ ട്രെൻഡ്സ് കണക്കുകൂട്ടുന്നു. ഈ മണ്ഡലം വന്നില്ലല്ലോ, ആ മണ്ഡലം വന്നില്ലല്ലോ എന്ന് അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. നാളെയും മറ്റന്നാളും മാതൃഭൂമി ന്യൂസിനോടൊപ്പം തുടരുക. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.